ഹീറോയുടെ കയ്യിൽ ഒരു ചില്ലി ക്യാഷ് ഇല്ല, ചാർജ് ഇല്ലാത്ത സ്വിച്ച് ഓഫ് ആയ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ. ചാർലി എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു ദിവസമായി. ഇത് കണ്ട ഹീറോ അതിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ ഒരു ഹോട്ടലിലേക്ക് പോയിട്ട് ഈ ഫോൺ നിങ്ങളെടുത്ത് എന്റെ ഡോഗിന് മാത്രം കുറച്ച് ഫുഡ് തരുമെന്ന് പറഞ്ഞു. വേറെ വഴിയില്ലാതെ അവന്റെ ബൈക്ക് തന്നെ വിറ്റു കാശ്മീരിലേക്ക് കൊണ്ടുപോകാൻ നോക്കി. എന്നാൽ ചാർലിയുടെ വയറ്റിൽ കൈ വെച്ചിട്ട് ഒരു മുത്തശ്ശിയും ചാർലി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. ഇത് കേട്ട ഹീറോക്ക് ഭയങ്കര വിഷമമായി. കാരണം ചാർലി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ മരിക്കും. ഇപ്പൊ നമ്മുടെ ഹീറോക്കും എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ചാർലിയെ നോക്കി നിനക്ക് എന്നെ എത്രത്തോളം ഇഷ്ടമാണെന്ന് ചോദിച്ചു. ഇത് കേട്ട ഡോഗും പെട്ടെന്ന് ഓടി വന്ന് ഹീറോയെ കെട്ടിപ്പിടിച്ചു. എങ്ങനെങ്കിലും കാശ്മീരിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചാർലി രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. അതും അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തെത്താതെ മരിക്കുമോ എന്ന് വിചാരിച്ച് എങ്ങനെങ്കിലും കൂട്ടിയിട്ട് പോകാമെന്ന് നോക്കിയാൽ പോകുന്ന വഴിയിൽ ഫുള്ള് ബ്ലോക്കാണ്. എന്താണെന്ന് ചോദിച്ചാൽ പോകുന്ന വഴിയിൽ ഫുള്ള് മഞ്ഞിടിച്ചിലാണ്, ആരെയും കടത്തിവിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ ഹീറോയും ചാർലിയെ കൂട്ടിയിട്ട് എങ്ങനെങ്കിലും പോകാമെന്ന് പറഞ്ഞ് ഓഫീസറിന്റെ അടുത്ത് തന്നെ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. ഇത് കണ്ട ഒരു ഓഫീസർ വന്ന് ചാർലി ഇവനെ കണ്ട് അവിടെ നിന്ന് വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു. നിങ്ങളെ പറ്റി എനിക്കെല്ലാം അറിയാം, നിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാം, ഇപ്പൊ അവിടേക്ക് പോകുന്നത് ഭയങ്കര അപകടമാണെന്ന് പറഞ്ഞു. ഞങ്ങളെ പറ്റി നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ നിങ്ങളെ പറ്റിയുള്ള ആർട്ടിക്കിൾ മാഗസിനിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് രാത്രി അവിടെ തന്നെ താമസിച്ചു. എന്നാൽ ചാർലിയുടെ അവസ്ഥ ഭയങ്കര മോശമായി കൊണ്ടിരിക്കുകയാണ്.